ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ. 1 2 3 4 ഇതിനുള്ളിലാണ് നമ്മളെ റൂം. പിന്നെ ഇവിടെ താഴെ ബെഡിട്ട് കിടക്കാന്ന് പറഞ്ഞ് പിന്നെ ഇത് ഞങ്ങളെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ വേണ്ടി മാത്രമായിട്ട് അരിയുന്നതാണ്, അല്ല വേറെ ഒന്നുമല്ല. അല്ല 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 ആ ഇത്രയും നേരം എന്നോട് അരിയാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ വരുന്നോടം വരെ പാത്രം പോലും കഴുകാതെ പച്ചക്കറി പോലും കഴുകാതെ അവിടെ ഇരുന്ന ആളാ. ഇവര് ഗ്യാസാണിത്. സിമ്പിൾ സെറ്റപ്പ്. 1000 രൂപേനെ അടുത്തേ ഉള്ളൂ. പക്ഷേ ഫുഡൊക്കെ കുട്ടുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. എന്താ ഈ ക്യാമറ ഓഫാക്കി പൊളിയാണോ? തേങ്ങാ കൊലയാ. പക്ഷെ ഞാൻ തിന്നിട്ട് കൊള്ളാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. 2-3 വേറെ ഫാമിലി ടീംസും ഉണ്ട്. അവരൊക്കെ പടക്കൊക്കെ ആയിട്ടാണ് വന്നത്. ദീപാവലിയൊക്കെ ആണല്ലോ. ഹലോ ഗൈസ്, ഡൽഹിന്ന് സ്പിതി വാലിലേക്കുള്ള നമ്മളെ റൈഡിൻ്റെ 19ാമത്തെ എപ്പിസോഡാണ് ഉണ്ടത്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ വൈകുന്നേരം ഒരു 6:30-7 മണിയാകുമ്പോഴത്തേക്ക് തന്നെ കംപ്ലീറ്റ് ഇരുട്ടായിട്ടോ. കൂടാതെ ഫോണിൽ വല്ല റേഞ്ചൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ കൊടും കാട്ടിൽ കൂടി റൈഡ് ചെയ്ത് ഒടുവിൽ നമ്മൾ ചിത്കുളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ. 1 2 3 4 ഇതിനുള്ളിലാണ് നമ്മളെ റൂം. ഇതിനകത്ത് 4 ആൾക്കാർ കിടക്കാമെന്ന് വെച്ചാൽ ഒറ്റ റൂമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 ആൾക്കാർ ഷെയർ ഇട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങൾ ഒറ്റ റൂമാണ്, 4 ആൾക്കാർ ഷെയർ ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, ഇത് മറ്റേ ടീംസിൻ്റെ സാധനങ്ങളാണ്. നമ്മളെ ബെഡ്, പിന്നെ ഇവിടെ താഴെ ബെഡിട്ട് കിടക്കാമെന്ന് പറഞ്ഞ് പിന്നെ ഇത് ഞങ്ങളെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇതാണ് ബാത്റൂം കൊള്ളാം കേട്ടോ. അത് ചെറിയ സെറ്റപ്പ്. അതായത് ഒരു ദിവസത്തേക്ക് 800 രൂപ. 800 രൂപ എന്ന് വെച്ചാൽ ഞങ്ങൾ 4 ആൾക്കാരാകുമ്പോൾ ഒരാൾ 200 രൂപ. കൊള്ളാം, വിഷയമൊന്നുമില്ല. നല്ല തണുപ്പുണ്ട്, അതാണ് ഹൈലൈറ്റ്. എന്നെ കണ്ടിച്ചില്ലല്ലോ അല്ലേ? നല്ല തണുപ്പുണ്ട്. തണുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കൈയൊക്കെ കണ്ട, കൈ മരവിച്ചു പോയി. ഗ്ലൗസ് ഇട്ട് വണ്ടി ഓടിച്ചിട്ട് തന്നെ മരവിച്ചു. പിന്നെന്താ ഇവിടത്തേക്കുള്ള ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വെച്ചാൽ ഇന്ത്യ തന്നെ ഏറ്റവും അവസാനത്തെ വില്ലേജ് ചിത്കുൾ എന്നാണ് പേര്. ചിത്കുൾ എന്നാണ് എന്നോട് പറഞ്ഞത് അവിടെ ഉള്ളത്. പക്ഷേ അവസാനത്തെ ചിത്കുളിലേക്ക് എത്തുന്നതിൻ്റെ 24 കിലോമീറ്റർ, അത് ലൈഫിൽ മറക്കാൻ പറ്റാത്ത റോഡാണ്. അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേക ഒരു വ്ലോഗ് ഇടുന്നുണ്ട്. എന്താണ് പറയുന്നത്, സെറ്റ് ചെയ്യുന്ന റൂട്ട്. അങ്ങനെ നമ്മൾ റൂമൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോഴേക്ക് അരുണേട്ടൻ രാത്രിക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു കേട്ടോ. അരുണേട്ടൻ ഒരേ ഫുഡ് ഉണ്ടാക്കുക തിരക്കില്ല. ഞാനിങ്ങനെ വീഡിയോ എടുക്കുക, പുള്ളി ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുക. പുള്ളി കട്ട് ചെയ്യുക. ആ മേലാണെങ്കിൽ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ. ഇവിടെ പിന്നെ ഇതുണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, വെള്ളമുണ്ട്, പ്ലേറ്റ് ഉണ്ട്. പിന്നെ ഇതാണ് ഗ്യാസ്. ഇത് വൻ സെറ്റപ്പ് ഗ്യാസാണ്. ഇത് കണ്ടില്ലല്ലോ, ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കത്തുകയെന്നുള്ള ഇത് പൊളിയാ. ഈ കത്തുന്ന നല്ല രസം കത്തുന്നതാണ്. സിമ്പിളാണ്. ഇത് 1070 രൂപയേ ഉള്ളൂ. പിന്നെ പനീറുണ്ട്. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഫുള്ള് ഇരുട്ടാണ്. ഇപ്പോൾ ഞാനുള്ള എവിടെയാണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും അവസാനത്തെ വില്ലേജിൻ്റെ പേരാണ് ചിത്കുൾ. അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. ചിത്കുൾ അവിടെ രാത്രിയാണ് ഇപ്പോൾ എത്തിയതൊക്കെ കോമഡിയാണ്. കുറേ പറയാനൊക്കെ ഉണ്ട്. താങ്ക് യു. ഞാൻ തണുത്ത് വിറച്ച് ഇരിക്കുമ്പോഴത്തേക്കും അടുത്ത ആള് കൈമാറി വന്നിരിക്കുക. പണി എടുക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് അരിയുന്നതാണ്, അല്ല വേറെ ഒന്നുമല്ല. അല്ല 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 ആ ഇത്രയും നേരം എന്നോട് അരിയാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ വരുന്നോടം വരെ പാത്രം പോലും കഴുകാതെ പച്ചക്കറി പോലും കഴുകാതെ അവിടെ ഇരുന്ന ആളാ. കാണിക്കണല്ലോ, അതാണ് എൻ്റെ കുട്ടൻ. കൈ വിറക്കുന്നു. നമ്മള് ക്യാപ്സിക്കം കട്ട് ചെയ്തോണ്ടിരിക്കുക. ഇവിടം തൊട്ട് നമ്മൾ ഒറ്റയ്ക്കല്ല കേട്ടോ. അതായത് ഞാനും അരുണേട്ടനല്ല, ഞങ്ങളിവിടെ 2 ആളും കൂടെ ഉണ്ട്, അവിനാശും ദത്തും. അങ്ങനെ അവരെ ഞങ്ങൾക്ക് ചിത്കുള് ബോർഡറിൽ നിന്ന് കിട്ടിയത് കേട്ടോ. അവരെ വിശേഷങ്ങളിലേക്കൊക്കെ വരാം. അപ്പോൾ അവരെ അധികം പരിചയപ്പെടാൻ വേണ്ടി അരുണേട്ടൻ ആ ഭാഗത്തേക്ക് പോയി. നമ്മളെ നൈറ്റിലെ ഫുഡിൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിൽക്കുന്നത് എന്താ ഇട്ടെന്ന് വെച്ചാൽ നമ്മളെ ക്യാപ്സിക്കവും പിന്നെ ഇതും ക്യാരറ്റും, പിന്നെ അതിന് മാഗി പൊട്ടിച്ചിടണം, മുട്ട പൊട്ടിച്ചിടണം, കുറച്ച് പരിപാടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ട് ഇത് സെറ്റപ്പാണ്. ഇതെന്ന് വെച്ചാൽ നമ്മളെ കൂടെ നമ്മളെ വഴിക്ക് 2 ടീംസ് കണ്ടായിരുന്നു. അപ്പോൾ ഇവർ
അവർ വാങ്ങിയ ഗ്യാസാണിത്. സിമ്പിൾ സെറ്റപ്പാണ്. 1000 രൂപേൻ്റെ അടുത്തേ ഉള്ളൂ. പക്ഷേ ഇത് ഫുഡൊക്കെ പോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. വൺ സെറ്റപ്പാണ്. അപ്പോൾ അത് വേറെ കോമ്പിനേഷൻ ഇവിടെ നോക്കണ്ട. അരുണാട്ടുണ്ട്. അരുണാട്ടെ പിന്നെ ക്യാമ്പ് ഫയറിൻ്റെ പരിപാടി സാർ. അരുണാട്ട നിങ്ങളുടെ പരിപാടി എന്താ? തീ കത്തിക്കാൻ പോവാ. തീ കത്തിക്കാൻ. ക്യാമ്പ് ഫയറില്ല, തീ കത്തിക്കാൻ പോവാ. അങ്ങനെ ദേ ഈ തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവിനാഷ്. പിന്നെ കുറച്ച് മാറി ഇതേ പോക്കറ്റ് കൈയിട്ടുകൊണ്ടിരിക്കുന്ന ദത്ത്. ഫേസ് ക്ലിയർ അല്ല, നാളെ നല്ലോണം പരിചയപ്പെടാം കേട്ടോ. ചിത്കുളിന്റെ ബോർഡറിലെത്തിയപ്പോൾ ഞങ്ങളവിടെ സ്റ്റേ അടിക്കായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോൾ അവിനാഷും ദത്തും പറഞ്ഞ് ഏയ് നമുക്കൊരു ചിത്കുളിൽ എന്തായാലും എത്തണം. അപ്പം ഞങ്ങൾ പറഞ്ഞ് കൂരാക്കൂരിട്ടത് എങ്ങനെ പോകാനാണ്. അപ്പോൾ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, നമ്മൾ 4 ആൾക്കാരില്ലേ, നമുക്ക് എങ്ങനെ എത്താം. ചിത്കുളിലെ രാവിലത്തെ കാഴ്ച അത്ര അടിപൊളിയാണ്, ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. അത് നിങ്ങൾ മിസ്സാക്കിയാൽ ലൈഫ് ലോങ് റിഗ്രറ്റ് ആയിരിക്കുന്നത്. അങ്ങനെ മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ അടിച്ചു കയറ്റി അങ്ങനെ ഞങ്ങൾ 4 ആൾക്കാരും ചിത്കുളിലേക്ക് എത്തിയതാണ് കേട്ടോ. 4 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്ത് കത്തിച്ച് കേട്ടോ മോനെ. ഫുള്ള് അത് നനയ്ക്ക് ഫുള്ള് നനച്ചിട്ട് അങ്ങനെ അരുണേട്ടൻ തീ കത്തിക്കലും കാര്യങ്ങളൊക്കെ തിരക്കായപ്പോൾ ഞാൻ നേരെ പോയിട്ട് മാഗി ഉണ്ടാക്കിട്ടോ. സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മാഗി ഉണ്ടാക്കുന്നത്. പക്ഷെ ആ ഒരു കാര്യം അരുണേട്ടൻ അറിയില്ലായിരുന്നു. അങ്ങനെ മാഗി ഉണ്ടാക്കി അവസാനം എന്ത് ചെയ്ത് മാഗി എല്ലാം കൂടി കോളായി. അവസാനം അത് അവിയൽ പരിവായിട്ടുണ്ട് കേട്ടാ. സംഭവം പണിപാടി. മാഗി ഉണ്ടാക്കിയതാ കിച്ചടി പോയി. പക്ഷെ പുതിയൊരായിട്ടാണ് മാഗി കിച്ചടി. മാഗി കിച്ചടി അതന്നെ. 2 മിനിറ്റ് കണ്ണു മാറിയപ്പോഴത്തേക്കും വെള്ളം ഒരു കുന്നു ഒഴിച്ച് വെള്ളം കുറെ മാച്ച് കഴിഞ്ഞ്. ഭഗവാനെ വയർന്ന് പോരുതേ. ഇതുപോലെ തിന്നോക്കെ എന്താ അവസ്ഥ? ചൂടൊന്നുമില്ലെന്നേ, ചൂടൊന്നുമില്ല. കൊള്ളാം, പൊളിസാന്നല്ലോ ഇപ്പൊ. കട്ടായി ഇനി പറ, ഇനെന്താ അവസ്ഥ? ഈ ക്യാമറ ഓഫാക്കി. പൊളിയാണോ? തേങ്ങാ കൊലയാ. പക്ഷെ ഞാൻ തിന്നിട്ട് കൊള്ളാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. തിന്നേട്ടോ, തിന്നിട്ട് ബാക്കി പറയും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ അടിച്ചിങ്ങനെ ചില്ല് നിൽക്കുമ്പോഴാണ് നമ്മൾ ആ ടെൻ്റ് ഏരിയയിൽ നമ്മൾ മാത്രമല്ല 2-3 വേറെ ഫാമിലി ടീംസും ഉണ്ട്. അവരൊക്കെ പടക്കമൊക്കെ ആയിട്ടാണ് വന്നത്. ദീപാവലിയൊക്കെ ആണല്ലോ. അപ്പോൾ ഒരു പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ. അങ്ങനെ അവർ പൊട്ടിച്ചപ്പോൾ ഞങ്ങളും പോയി അതിൽ കൂടി കേട്ടോ. ഫ്രഷായി ഒന്ന് ഇവിടെ ടെമ്പറേച്ചർ 4 ഡിഗ്രി സെൽഷ്യസ്. എൻ്റെ ഈശ്വരാ, ഒട്ടുക്കാത്ത തണുപ്പാ. അങ്ങനെ ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ. അപ്പോഴേക്ക് സമയം ഏകദേശം 11 മണി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ആ ഒരു മോർണിംഗ് വൈബ് ചില്ലാൻ വേണ്ടിയിട്ട് നേരത്തെ കിടന്നുറങ്ങാൻ തീരുമാനിച്ചു. കൂടാതെ ഇന്ന് നമ്മളധികം 13 മണിക്കൂറിന് വരെ റോഡ് ട്രിപ്പ് മാത്രം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും റെസ്റ്റ് പ്രോപ്പറാണ്. അങ്ങനെ ഉറങ്ങാൻ പോയി. അപ്പോൾ നമ്മളെ 5ാമത്തെ ദിവസം നാളെ കാണാം. അപ്പോൾ ടാറ്റാ.